ഹായ്, സിജിയാണ് കേട്ടോ. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള മെഡിസിനൽ പ്ലാന്റുകൾ നമ്മൾ നിത്യേന കാണാറുണ്ട്. മുക്കുറ്റി, തിരുതാളി, കയ്യോന്നി, ചെറുള, നിലപ്പന എന്നിവയൊക്കെ അവയിൽ ചിലതാണ്. അത്തരത്തിലൊരു പ്ലാന്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരം. ജസ്റ്റീഷ്യ ജെൻഡ്രൂസ എന്നൊക്കെ പറഞ്ഞൊന്നും ഞാൻ പേടിപ്പിക്കുന്നില്ല. വാദം കൊല്ലി, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരം. അപ്പോൾ ഈ പ്ലാന്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ ഇതിനു മുന്നേ ഈ പ്ലാന്റിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ ഒരു ഡൗട്ട് തോന്നുന്നവർക്ക് ഈ കാണുന്ന പ്ലാന്റ് കാണുമ്പോൾ ആ ഡൗട്ട് താനേ മാറിക്കൊള്ളും. ഏതാണെന്നല്ലേ, കണ്ടു നോക്കൂ. ഇതാണ് ആ പ്ലാന്റ്. ഇവ രണ്ടും ഒരേ അമ്മയുടെ മക്കളാണ്. പക്ഷേ മറ്റവർക്ക് ഇച്ചിരി ഗ്ലാമർ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ രണ്ടുപേരും ഒരേ ഗുണങ്ങളോട് കൂടിയ ഒരമ്മയുടെ മക്കളാണ്. ഒരുത്തിക്ക് ഇച്ചിരി ഗ്ലാമർ കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് വാദം കൊല്ലി പ്ലാന്റ്സ്, അതായത് ജസ്റ്റീഷ്യ ജെൻഡ്രൂസ എന്നാണ് ഈ പ്ലാന്റിൻ്റെ കെമിക്കൽ നെയിം. മറ്റൊരു പേരുള്ളത് വില്ലോ ലീവ്ഡ് ജസ്റ്റീഷ്യ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. അതായത് ഈ ഗ്രീൻ ലീഫുള്ള പ്ലാന്റിൻ്റെ പേര് വില്ലോ ലീവ്ഡ് ജസ്റ്റീഷ്യ എന്നും നല്ല വെരിഗേഷനുള്ള പ്ലാന്റിൻ്റെ പേര് വെരിഗേറ്റഡ് വില്ലോ ലീവ്ഡ് ജസ്റ്റീഷ്യ എന്നതുമാണ്. വാദം കൊല്ലി, അതായത് വാദത്തെ കൊല്ലുന്ന പ്ലാന്റ്. പേര് പോലെ തന്നെ പണ്ട് മുതൽക്കേ ആയുർവേദത്തിൽ ഈ പ്ലാന്റ് വാദത്തിന് വേണ്ടി ഉപയോഗിച്ചു വരുന്നു. സന്ധിവാദം, ആമവാദം എന്ന് വേണ്ട പല വിധേനയുള്ള വാദങ്ങൾക്ക് ഈ പ്ലാന്റ് ഉപയോഗിച്ചു വരുന്നതായി അറിയപ്പെടുന്നു. വാദരോഗങ്ങൾക്ക് മാത്രമല്ല, മറ്റൊട്ടനവധി രോഗങ്ങൾക്ക് ഈ ചെടിയുടെ ഇലയും തണ്ടും വേരും ഒക്കെ ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കി ഉപയോഗിച്ച് വരുന്നുണ്ട്. ശരീരവേദനയ്ക്കും മറ്റും ഇതിൻ്റെ ഇലയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹം വേദനയൊക്കെ പമ്പ കടക്കുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല തലവേദനയ്ക്ക് ഇതിൻ്റെ വേരും തണ്ടും ഒക്കെ കൂടെ ചതച്ച് അതിൻ്റെ ചാറെടുത്ത് 2-3 നേരമൊക്കെ പുരട്ടുകയാണെങ്കിൽ തലവേദനയൊക്കെ മാറും. പോരാത്തതിന് മുട്ടുവേദനയ്ക്കൊക്കെ ഇതിൻ്റെ ഇലയും മറ്റും നല്ലവണ്ണം കിഴി കെട്ടി നമ്മുടെ മുട്ടുവേദന ഉള്ളിടത്തൊക്കെ പിടിക്കുകയാണെങ്കിൽ അതൊക്കെ മാറുമെന്നാണ് ആയുർവേദത്തിലുള്ള ഡോക്ടർമാരും വലിയ പേര് കേട്ട ആയുർവേദ വൈദ്യന്മാരും ഒക്കെ പറയപ്പെടുന്നത്. പ്രസവരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന വേദവെള്ളത്തിലൊക്കെ ഇതിൻ്റെ ഇലയൊക്കെ ഇട്ട് തിളപ്പിക്കാറുണ്ട്. അതും നല്ലതാണ്. ശരീരത്തിൻ്റെ വേദനയൊക്കെ നീർക്കെട്ടും ഒക്കെ മാറാനും ഈ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ആയുർവേദ വിധിപ്രകാരം ഇത് തയ്യാറാക്കി ഇത് ആസ്മയ്ക്കും ചുമയ്ക്കും ജലദോഷത്തിനും മാത്രമല്ല പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് പ്രശ്നങ്ങൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇന്റേണലി നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിച്ചില്ല എങ്കിലും നമുക്ക് മനോഹരമായൊരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. അതായത് വെട്ടിയൊതുക്കി ചട്ടിയിൽ നല്ല കുട്ടപ്പനാക്കി ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. നല്ല മനോഹരമായ തണ്ടുകളാണ് ഇവയ്ക്കുള്ളത്. അതായത് ഒരു ബ്ലാക്കിഷ് പർപ്പിൾ കളർ മിക്സായിട്ട് വന്നിട്ടുള്ള തണ്ടുകളാണ് ഇവയ്ക്കുള്ളത്. ലീഫുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇലോങ്ങേറ്റഡ് ലീഫുകളാണ്. അതായത് ഇതൊരു ആഷും ഗ്രീനും കൂടെ മിക്സഡ് ആയിട്ടുള്ള കളറോട് കൂടിയ ലീഫുകളാണ് ഇവയ്ക്കുള്ളത്. അതിൽ തന്നെ വെരിഗേഷൻ കലർന്ന് വന്നിട്ടുണ്ട്. നല്ല മനോഹരമാക്കിയിട്ട് പ്രൂൺ ചെയ്ത് വളർത്തുകയാണെങ്കിൽ നല്ല ചട്ടിയിൽ മനോഹരമാക്കി നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കും. നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വെച്ചാൽ മാത്രമേ ഈ വെരിഗേഷൻ ഈ കളറോടുകൂടി ഈ ഇലയിൽ കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു ഗ്രീനിഷ് കളറായിരിക്കും കൂടുതലായും ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു കളർ ലഭിക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വെച്ചിരിക്കണം. പിന്നെ നമ്മൾ പറയേണ്ടത്, ഇതിൽ കൂടുതലായിട്ടും അങ്ങനെ ഒരു ആക്രമണം, ഇൻസെക്ട്സ് ആക്രമണമൊന്നും ഉണ്ടാകാറില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ആക്രമണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെ എല്ലാം ഒരു ബ്രൗൺ കളറിലൊരു സ്പോട്ട് പോലെ ഉണ്ടാകാറുണ്ട്. അതാണ് ആകെ ഇതിനുണ്ടാകുന്ന ഒരു ഇൻസെക്ട്സ് ആക്രമണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാഫോം ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ. ഇങ്ങനെ ഒത്തിരി ചട്ടികളിൽ നമ്മൾ നിറയെ ബുഷിയാക്കി വെച്ചിട്ട് നമ്മുടെ ആ ഒരു ചീരച്ചെടിയോ മറ്റോ അതും ഇതുപോലെ ബുഷിയാക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്നിടവിട്ട് നമ്മൾ പോട്ടുകളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കാണാൻ നല്ല ഭയങ്കര ക്ലാസി ലുക്കായിരിക്കും. കുറേ ചെടി നമ്മൾ വെക്കുന്നതിലും ഭംഗി ഒരേ ചെടി തന്നെ കുറേ പോട്ടുകളിൽ ഒരുമിച്ച് നിരത്തി അടുക്കി വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ 2 ചെടികൾ കുറേ പോട്ടുകളിൽ ഒന്നിടവിട്ട് അടുക്കി വെക്കുകയാണെങ്കിലും അതും നല്ല ഒരു ഭംഗിയായിരിക്കും. അപ്പം നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമ്മുടെ ചെടികളിങ്ങനെ നല്ല അടിപൊളിയാക്കി നമുക്ക് അറേഞ്ച് ചെയ്ത് വളർത്തുന്നത് അടിപൊളി തന്നെയായിരിക്കും. ഇനി നമ്മൾ പ്രൂൺ ചെയ്തില്ലെങ്കിൽ കണ്ട ഇതുപോലെ കമ്പ് പോലെ ചുള്ളിക്കമ്പ് പോലെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ഉയരത്തിൽ പോകുന്നതിനനുസരിച്ച് ഒരു ഭംഗിയുമില്ലാതെ ഇങ്ങനെ വളഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ നല്ല തിക്കാക്കി ബുഷിയാക്കി നിർത്താൻ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്യുന്ന ഓരോ കമ്പും നമ്മൾ ഇതുപോലെ ഈ ചട്ടിയുടെ ഈ ഭാഗത്ത് തന്നെ കുത്തി കൊടുക്കുകയാണെങ്കിൽ ചട്ടി നല്ല തിക്കായിട്ട് വളർന്നു വരും. ഇവിടെ നിന്ന് വീണ്ടും
പുതിയ ബ്രാഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഒരു ഭംഗിയുമില്ലാതെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ബുഷിയാക്കി എടുക്കാം. ഇതിനെ ഒരു പാടുമില്ല ഈ ചെടിയെ നമുക്ക് നട്ട് വളർത്തുന്നത്. ഇവിടെ നിന്നെല്ലാം പുതിയ ബ്രാഞ്ചസ് പൊട്ടി വരും. അപ്പം ഈ സൈഡിലെല്ലാം നമുക്ക് നട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ നോക്കി, ഇതിന് മുന്നേ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം പുതിയ ബ്രാഞ്ചസ് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ മുറിക്കുന്ന ബ്രാഞ്ചസുകളെല്ലാം തന്നെ ഇതിൻ്റെ തൊട്ട് താഴെയൊക്കെ അങ്ങ് നട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ നല്ല ബുഷിയാക്കി തിക്കായിട്ട് വളർന്നത്. അതായത് എല്ലാം നല്ല കുറേ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ട് ഇവിടെ എല്ലാം തന്നെ നട്ട് വെച്ച് കൊടുക്കും. കണ്ടോ നല്ല നിറയെ അതിലോട്ട് തന്നെ നട്ട് വെച്ച് കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് ഹെൽത്തി ആയിട്ട് അത് വളർന്നു വരും. അങ്ങനെ അതിൽ നിന്ന് മുറിച്ച കട്ടിങ്സുകളെല്ലാം കൂടെ അതേ കുത്തി വെച്ചതാണ്. അത് നല്ല ബുഷിയായി നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ബ്രാഞ്ചസ് നമ്മൾ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് ഹെൽത്തി ആയിട്ട് ഇതുപോലെ വളർന്ന് വരും. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമൊന്നുമില്ല. വല്ലപ്പോഴോ ഇത്തിരി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും മാസത്തിലൊരിക്കലോ 1-2 തവണയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതങ്ങ് വളർന്നോളും. പിന്നെ ഒത്തിരി കമ്പ് പോലെ മുകളിലോട്ട് പോകുമ്പോൾ മാത്രം നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയോ മറ്റോ ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ഹെൽത്തി ബ്രാഞ്ചസൊക്കെ വളർന്നു വരും. പിന്നെ ഇതിനെ നമ്മൾ നടാൻ വേണ്ടിയിട്ട്, അതായത് പ്രൂൺ ചെയ്ത കമ്പ് നടാൻ വേണ്ടിയിട്ട് വളമൊന്നും ചേർക്കാതെ ജസ്റ്റ് നമ്മൾ കൊക്കോപിറ്റും മണ്ണും കൂടെ മാത്രമാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് അതിലോട്ട് ഈ കമ്പ് വെറുതെ അതിലോട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. ഞാൻ അപ്പോൾ കാണിക്കാം. വെറുതെ പറമ്പിൽ എവിടെയെങ്കിലും കുത്തി വെച്ചാലും മതി. എവിടെ കുത്തി വെച്ചാലും ഇത് 2 ദിവസം ഇതിങ്ങനെ വാടി തളർന്ന് ഇങ്ങനെ നിൽക്കും. 3ൻ്റെ അകത്ത് ഇതിങ്ങനെ നല്ല നൂന്ന് വരും. 2-3 ദിവസത്തേക്ക് ഇതിങ്ങനെ തളർന്ന് ഇങ്ങനെ നിൽക്കും. അത് കഴിയുമ്പോൾ അത് നൂന്ന് വരും. അപ്പോൾ ഇതിൻ്റെ നല്ല ഡ്രൈനേജ് ഉള്ളൊരു പോട്ടിൽ, ഏതെങ്കിലും നമ്മൾ പോട്ടിലാണ് നടുന്നതെങ്കിൽ അതിൽ ഇഷ്ടിക കട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിയിൽ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇത് അതിലോട്ട് ഈ പോട്ടി മിക്സ് അതിലോട്ട് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കട്ടിങ്സ് അതിലോട്ട് നമ്മൾ നട്ട് കൊടുക്കുക. നട്ട് നല്ല ഉറപ്പിച്ചതിന് ശേഷം അതിന് ഷെയ്ഡിൽ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് 2-3 ദിവസം ഷെയ്ഡിൽ വെച്ച് കഴിയുമ്പം അത് 2-3 ദിവസത്തേക്ക് ഇതിങ്ങനെ തളർന്ന് നിൽക്കുക. അത് കഴിയുമ്പോൾ ഇത് നൂന്ന് വരും. എന്നിട്ട് നമുക്കെടുത്ത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള അടുത്തോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെറുതെ ഒരു കെയറും ആവശ്യമില്ലാതെ ജസ്റ്റ് കട്ട് ചെയ്യുക, മണ്ണിൽ കുത്തുക. മണ്ണില്ലെങ്കിൽ മണ്ണിൽ, അല്ലെങ്കിൽ പോട്ടിലെ മണ്ണ് വാരിയിട്ടിട്ട് അതിൽ കുത്തി വെച്ചാൽ അവിടെ ഇരുന്ന് പൊടിച്ചോളൂ. അത്രയ്ക്കും സിമ്പിളായിട്ട് പൊടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ജസ്റ്റീഷ്യ ജെൻഡറൂസ എന്ന് പറയുന്ന ഈ ചെടി, അഥവാ നമ്മുടെ വാദംകൊല്ലി പ്ലാന്റ്. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് വെറുതെ ഒരു കവറിൽ കുറച്ച് മണ്ണ് നിറച്ച് അതിൽ കുത്തി വെച്ച് പൊടിപ്പിച്ച ചെടികളാണ് ഇവയൊക്കെ. ഇതൊക്കെ ഇപ്പോൾ പ്രൂൺ ചെയ്യാൻ പരുവത്തിലായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഈ ചെടികളെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും ഇല്ലെങ്കിലും കുറേ പേർക്കെങ്കിലുമൊക്കെ ഈ ചെടിയുടെയും ഗാർഡൻ്റെയും അതേപോലെ പൂക്കളുടെയൊക്കെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചെടിയുടെയും ഗാർഡൻ്റെയൊക്കെ വീഡിയോ കാണാൻ. ഒന്നുമില്ലെങ്കിലും ചിലരെങ്കിലുമൊക്കെ ഈ ചെടിയും ഗാർഡനും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ചില ഐഡിയാസൊക്കെ കിട്ടും. ശരി തന്നെ, ആ ചെടിയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്താൽ നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ ആ ക്രീപ്പിംഗ് പ്ലാന്റിനെ അവിടോട്ടൊന്ന് പടർത്തി വിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ചെടിയുടെയും ഗാർഡൻ്റെയൊക്കെ വീഡിയോ ഒക്കെ കാണുന്നത് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം സിജി നിജാസ്.